ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനം തിരുവചനം എന്ന പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈശോ നമ്മളെ വെട്ടിയൊരുക്കുവാനായി ആഗ്രഹിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 തുടങ്ങി 4 വരെയുള്ള വചനങ്ങൾ എടുത്തുപയോഗിച്ചുകൊണ്ടാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാപൂർവം നമ്മുടെ മനസ്സിനെ ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ പക്കലേക്ക് ഒന്ന് ഉയർത്താം. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം ഈ വചനം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 തുടങ്ങി 4 വരെയുള്ള തിരുവചനങ്ങൾ. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ളൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. എത്രയോ നാളുകളായി നമ്മൾ പ്രാർത്ഥനാപൂർവം ഈ TV-യുടെ മുൻപിലിരുന്ന് നമ്മുടെ ഹൃദയവും മനസ്സുമെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ഈ നിമിഷങ്ങളിൽ സ്വർഗീയ ശക്തിയെക്കുറിച്ച്, ഒരു സ്വർഗീയ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ കേൾക്കാനായിട്ട് പോകുകയാണ്. ഞാൻ കരുതുന്നു ഈ വചനം ശ്രവിക്കുന്ന ഓരോരുത്തരും എവിടെയെങ്കിലും വെച്ച് ഒരു ധ്യാനമോ ഒരു കൺവെൻഷനോ എന്തെങ്കിലുമൊക്കെ കൂടിയിട്ടുണ്ടാവും. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് വചനങ്ങൾ കടന്നു വന്നിട്ടുണ്ടാവും. അതിനേക്കാൾ എല്ലാം ഉപരിയായി നമ്മൾ സ്വീകരിച്ച മാമോദീസായേക്കാൾ, അല്ലെങ്കിൽ മാമോദീസായുടെ പിന്നാലെ നമ്മൾ അരൂപിയിലുള്ള സ്നാനം എന്നുള്ള ഒരു ശുശ്രൂഷ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടാവും. BHS, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് നമ്മൾ പറയും. അരൂപിയിലുള്ള ജ്ഞാനസ്നാനം. പ്രിയ സഹോദരങ്ങളെ, ഈ അരൂപിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ, അരൂപിയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വയമേ സ്വാഗതം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കൊക്കെ സുപരിചിതമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, 2015 ജൂണിൽ അച്ഛന്മാരുടെ ഒരു ഇൻ്റർനാഷണൽ ധ്യാനത്തിന് നമ്മുടെ പ്രിയങ്കരനായ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വൈദികരോട്, നിങ്ങൾ കൃപയുടെ ശുശ്രൂഷകരെ, കൃപയുടെ പ്രവാഹകരെ, നിങ്ങൾ നിങ്ങളുടെ പാരീഷുകളിലേക്ക്, നിങ്ങൾ നിങ്ങളുടെ സ്കൂളുകളിലേക്ക്, നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക്, നിങ്ങൾ നിങ്ങളുടെ അയൽ ഇടങ്ങളിലേക്ക് ഈ പരിശുദ്ധാത്മാവിനെ ഒന്ന് കൊണ്ടുപോകൂ. നിങ്ങൾ ഈ പ്രാരംഭ ധ്യാനങ്ങൾ ഒന്ന് നടത്തൂ. നിങ്ങൾ ഈ കൃപയെ ഒന്ന് വലിച്ചെറിയൂ എല്ലാ സ്ഥലങ്ങളിലേക്കുമെന്ന് ഫ്രാൻസിസ് പാപ്പ ആ വൈദികരോട് പറയുകയുണ്ടായി. എത്രയോ ഒരു കൃപയുടെ, എത്രയോ വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, ഈ കൃപയെ എല്ലായിടത്തേക്കും നിങ്ങൾ കൊണ്ടുപോക്കിയേ കൃപയുടെ ശുശ്രൂഷകരെ എന്നാണ് ഈ വൈദികരെ വിളിച്ചത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാം ഈ കൃപയുടെ നിമിഷത്തിലേക്ക് കടന്നു വന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവിനാൽ പടുത്തുയർത്തപ്പെടുവാൻ, പരിശുദ്ധാത്മാവിനാൽ ഒന്നും കൂടി ഒരു പുതുജീവൻ ആഗ്രഹിക്കുവാൻ ജീവിതം സമർപ്പിച്ചവരുടെ എല്ലാവരുടെയും അനുഭവം ഇതാണ്. അവർക്ക് ആത്മാവിലുള്ള സ്നാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ഭാഷാവരത്തിൽ നിറഞ്ഞു. ഏറ്റവും അധികം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് തിരുവചനത്തിൽ ഈ ഭാഷാവരത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ. ഏകദേശം 70ഓളം തവണ ബൈബിളിൽ പറയുന്ന ഒരു കാര്യമാണ് ഈ ഭാഷാവരം. ഈ പരിശുദ്ധ പിതാവ് ഇത്ര സ്നേഹപൂർവ്വം ഈ നവീകരണത്തെ ഇങ്ങനെ സ്വാഗതം ചെയ്യുകയും എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുവാനായി തൻ്റെ ശുശ്രൂഷകരോട് പറയുകയും ചെയ്യുന്ന ഈ സമയത്ത് നമുക്ക് ഈ സ്വർഗീയ കൃപയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. എന്താണ് ഈ ഭാഷാവരം? നമുക്കറിയാം, ഈശോ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ പാപകടങ്ങൾ ക്ഷമിച്ച് നമ്മളെ ആത്മാവിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് പാപങ്ങളെല്ലാം മോചിച്ച് നമുക്കൊരു പുതിയ ജീവൻ നൽകി, അഥവാ ആത്മാവിൽ നമ്മളെ പൂരിതരാക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. പ്രിയ സഹോദരങ്ങളെ, എന്താണ് ഈ ഭാഷാവരം എന്ന് പറഞ്ഞത്? കഴിഞ്ഞ 38 വർഷങ്ങളോളമായി ഈ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് 100 നാക്കാണെന്ന് വേണമെങ്കിൽ പറയാം. വലിയ അനുഭവങ്ങളിലൂടെ ദൈവം നയിച്ചതിൻ്റെ ഈ സന്തോഷം ഈ കൃപയുടെ നാളുകളിൽ ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എന്താണ് ഈ ഭാഷാവരം എന്ന് പറയുന്നത്? നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവിനെ
നമ്മൾ എന്താണ് പുതിയൊരു ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞാൽ പുതിയതല്ല, നമ്മൾ സ്വീകരിച്ചതാണെന്നാലും അരൂപിയിലുള്ള ഈ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അരൂപിയെ നമ്മൾ റിലീസ് ചെയ്യുകയാണ്. നമ്മൾ അരൂപിയെ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈ പരിശുദ്ധാത്മാവ് ദൈവപിതാവിലേക്ക് നമ്മളെ ഉയർത്തുകയാണ്. ഒരു പുതിയ ലെവലിലേക്ക് നമ്മളെ സ്തുതിപ്പിക്കുവാനായിട്ട് ഈ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മാവ് നമ്മുടെ നാവിനെ ഏറ്റെടുത്ത്, നമ്മുടെ സ്വരമേറ്റെടുത്ത് ദൈവപിതാവിനെ സ്തുതിക്കുന്നതിന് പറയുന്നതാണ് ഭാഷാപരമെന്ന് പറയുന്നത്. എത്രയോ മനോഹരമായ ഒരു കാര്യമാണിത്. അരൂപി സ്തുതിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണല്ലോ, നമുക്കൊരു മുരടിപ്പ്. ഏതൊരു ജീവൻ പ്രാർത്ഥനയിൽ പോലും നമുക്കൊരു മുരടിപ്പ് കാണാം. ചിലപ്പോഴൊക്കെ ഒരു ജോലി കിട്ടണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കും, പക്ഷേ സെയിം ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മുരടിപ്പാണ്. എന്തൊരു ജോലിയാണെങ്കിലും തുടർച്ചയായി ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മുരടിപ്പ് പോലെ തോന്നാറില്ലേ? നമുക്കറിഞ്ഞുകൂടാ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:26 പൗലോസ്ലീഹ പറയുന്നുണ്ട്. റോമ 8:26 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു എന്ന് 8:26. ഒന്നുകൂടെ വായിക്കാം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ബലഹീനത ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ബലഹീനരാണ് ഒരുപാട് കാര്യങ്ങളിൽ. എന്തെല്ലാം കാര്യങ്ങളിൽ ബലഹീനരാണെന്നുള്ള കാര്യം ആത്മാവിന് മാത്രമേ കൃത്യമായിട്ട് അറിയത്തുള്ളൂ. പ്രാർത്ഥനയുടെ കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും നമ്മൾ ബലഹീനരാണ്. നമ്മുടെ എല്ലാ ബലഹീനതകളും, നമ്മുടെ എല്ലാ ആസക്തികളും, നമ്മുടെ സ്വഭാവ വൈകല്യങ്ങളും, തകർന്നുപോയ വ്യക്തിത്വത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഈ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. മനോഹരമായി ഈ ആത്മാവ് നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പറയുന്ന പേരാണ് ഭാഷാപരം എന്ന് പറയുന്നത്. ഞാൻ 1978 ധ്യാനം കൂടിയത്. BCM കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കയ്പ് ശുശ്രൂഷയുടെ കുട്ടികളായി ഞങ്ങൾക്ക് ഭാഷാപരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പ്രൊഫസേഴ്സൊക്കെ അറിഞ്ഞു കുട്ടികൾക്ക് ഭാഷാപരം കിട്ടിയെന്ന്. അപ്പോൾ ഒരു അധ്യാപകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതൊന്ന് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം അന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമല്ലേ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും വലിയ നാണമൊന്നുമില്ല. അന്നൊന്നും വലിയ കോളേജാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി നിന്നിട്ട് ആ കോളേജ് പൊട്ടുന്ന സ്വരത്തിൽ ഒരൊറ്റ ഭാഷാപരത്തിലൊരു പ്രാർത്ഥന. അവിടെയുള്ളവരെല്ലാവരും ഞടുങ്ങിപ്പോയി. അവർ പറഞ്ഞു, ഇനി ഇത് കൂട്ട് വേണ്ടെന്ന് പറഞ്ഞു, നിർത്തിക്കോളാൻ പറഞ്ഞു. ഒന്നാമത് ഇതിൻ്റെ അർത്ഥവും അറിയത്തില്ല, പിന്നെ എന്നതായി ഈ സ്വരമൊന്നും അറിയത്തില്ല, ഇനി ഇത് വലിയ എന്തെങ്കിലും ഇങ്ങനെ നമുക്ക് വിട്ടുപോയൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അവർ പറഞ്ഞ് നിർത്തിക്കോളാനായിട്ട്. ഞാൻ ഇന്നും ഓർക്കുകയാണ് ആ ഒരു അനുഭവം. പ്രിയ സഹോദരങ്ങളെ, നമ്മളല്ല ഇത് പ്രാർത്ഥിക്കുന്നത്. അരൂപി നമ്മളെ എടുത്തിട്ട് ഉപയോഗിച്ച് ഒരു പുതിയ ലെവലിലേക്ക്, എത്രയോ ഒരു പവർഫുള്ളായിട്ടൊരു പ്രാർത്ഥനയാണെന്നറിയാമോ. വർഷം ഇത്രയും കഴിഞ്ഞിട്ടും വചനം പ്രസംഗിക്കാനുള്ള ദാഹവും ശുശ്രൂഷയ്ക്ക് ഒരു ദാഹവും തീരാത്തതിൻ്റെ കാരണം എന്താണ്? ഈ ആത്മാവിങ്ങനെ നയിക്കുന്നത് കൊണ്ടാണ്. അരൂപിയിലുള്ള ഈ പ്രാർത്ഥനയുടെ ഒരു ശക്തിയാണ്. നമ്മുടേതായ വാക്കുകൾ നമുക്ക് എപ്പോഴും പരിമിതിയുണ്ട്. നമ്മൾ എത്ര പറഞ്ഞാലും എത്രമാത്രം ഭാഷാശുദ്ധിയുള്ളവരാണെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതിനൊക്കെ ഒരു പരിമിതിയില്ലേ? ഇത് പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് കാണുന്നില്ല. പക്ഷേ ഭാഷാപരത്തിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് ദൈവപിതാവുമായി ബന്ധപ്പെടുന്നതാണ്. നമ്മുടെ ആത്മാവ് ദൈവപിതാവും, യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളെ പിതൃസ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ പിതൃസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുവാൻ നമുക്ക് സാധിക്കുന്ന ഒന്നാണ് ഈ ഭാഷാപരത്തിലുള്ള പ്രാർത്ഥന. എഫെസ്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നില്ലേ, 6:18 എന്താ അവിടെ പറയുക? 6:18 നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്, ആത്മാവിൻ്റെ പ്രാർത്ഥനയാണിത്. ഇത് വലിയ ബുദ്ധിയുള്ളവർക്കൊന്നും ഈ പറയുന്ന തിരിയല്ല കേട്ടോ. ഇൻ്റലക്ച്വൽ പവറുള്ളവർക്കൊന്നും ഞാൻ പറയുന്നത് തിരിയുമെന്ന് തോന്നുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണിത് കിട്ടാനായിട്ട്. നമ്മുടെ സ്വരമൊക്കെ അങ്ങോട്ട് വിട്ടുകൊടുത്ത് മുഴുവൻ ഞങ്ങളെ ഒന്ന് വെട്ടിയൊരുക്കണേ, ആത്മാവെ ഞങ്ങളെ മുഴുവനായി ഒന്ന് എടുത്തു കൊടുക്കണേ എന്നൊക്കെ സമർപ്പിക്കാൻ
അത്ര തലക്കനം കുറഞ്ഞവർക്കൊക്കെ പറ്റത്തുള്ളൂ. ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്, വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ അരൂപിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ആത്മാവിലുള്ള പ്രാർത്ഥന രാവും പകലും നമുക്ക് കണ്ണുപൂട്ടിയിരുന്ന് ആ പിതാവുമായി ലയിച്ചിരിക്കുന്ന വളരെ മനോഹരമായ ഒരു കണ്ടംപ്ലേറ്റീവ് പ്രെയറാണ് ഇത്. കാരിസ്മാറ്റിക് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ബഹളത്തിൻ്റെ സ്പിരിച്വാലിറ്റി എന്നൊക്കെ ചിലർക്കൊരു ചിന്തയുണ്ട്. ഇതൊന്നും അങ്ങനെയൊന്നുമല്ല. ഉള്ളിൻ്റെ ഉള്ളറകളിൽ മനസ്സില്ലാതെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഇത്. അരൂപിയിൽ പ്രാർത്ഥിക്കുന്നവരുടെ ശുശ്രൂഷകൾ നമുക്ക് കണ്ടാലറിയാം. അരൂപിയിൽ പ്രാർത്ഥിക്കുന്നവരുടെ ശുശ്രൂഷകൾക്ക് ഭയങ്കരമായ അഭിഷേകമാണ്. പണ്ട് പറഞ്ഞതുപോലെ അല്ല അവരിപ്പോൾ പറയുക, പണ്ട് പ്രവർത്തിച്ചതുപോലെ അല്ല അവരിപ്പോൾ പ്രവർത്തിക്കുക. വലിയൊരു അഭിഷേകം, വലിയൊരു ശക്തി, വലിയൊരു അനോയിൻറ്റിങ് നമുക്ക് അവരുടെ ശുശ്രൂഷകളിൽ കാണുവാനായിട്ട് സാധിക്കും. വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-ാം അധ്യായം 10-ാം തിരുവചനം ഇങ്ങനെ കാണുന്നുണ്ട്: കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കേ. പൗലോസ്ലീഹ യോഹന്നാൻ സ്ലീഹ എവിടെയാണ് ഇപ്പോൾ ലയിച്ചിരിക്കുന്നത്? കർത്താവിൻ്റെ ദിനത്തിൽ ആത്മാവിലിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുക. ആത്മാവിലിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക. ഏതെങ്കിലും രീതിയിലുള്ള ദൈവിക വെളിപ്പെടുത്തലുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ കൃപയുടെ കാലഘട്ടത്തിൽ ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അരൂപി പ്രാർത്ഥിക്കട്ടെ. ഇനി നമ്മുടെ നാവൊക്കെ ഒന്നും മിണ്ടാതിരിക്കട്ടെ, അരൂപി സ്തുതിക്കട്ടെ. വലിയ വലിയ കൃപകൾ നമ്മളിലേക്ക് ഒഴുകുന്നത് കാണാനായിട്ട് സാധിക്കും. ഒരിക്കൽ ഞങ്ങൾ വിയന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ജർമ്മൻ കുടുംബം പ്രാർത്ഥിക്കാനായിട്ട് വന്നു. വലിയ വിശ്വാസമൊന്നുമില്ല, എന്നാലും അവരിങ്ങനെ വന്നു. അവർ നമ്മളെപ്പോലെ ഒന്നുമല്ല, പെട്ടെന്ന് കേട്ടാൽ വളരെ വിശ്വസിക്കുന്നവരാണ്. എല്ലാം പെട്ടെന്ന് വിശ്വാസം അവർക്ക് കൂടുതലായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ആ സ്ത്രീയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു അലമാരി ഉണ്ടോ? ഒരിക്കലും തുറക്കാത്ത ഒരു അലമാരി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സ്ത്രീയുടെ കണ്ണ് താഴോട്ട് ചാടുന്നത് പോലെ, നീ എങ്ങനെയാണ് ഇതറിഞ്ഞത് എന്ന് ചോദിച്ചു. ഇതെങ്ങനെയാണ് അറിഞ്ഞത്? ഹസ്ബൻഡ് മരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അലമാരി ആരും തുറന്നേക്കരുത്, ഈ ഷെൽഫ് ആരും തുറന്നേക്കരുത്, നിങ്ങളത് പൂട്ടിയിട്ടേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ, ഈ വൈഫ് എന്ത് ചെയ്തു? ഭാര്യ മകനോട് പറഞ്ഞു, മകനെ, അപ്പൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്, മരിച്ചത്, അതുകൊണ്ട് നമുക്കിത് തുറക്കണ്ട. അവർ വേറൊരു പലകയും കൂടെ വെച്ച് അത് നന്നായി മൂടി. ഈ ഭൂമിയിൽ ആർക്കും, ഈ അമ്മയ്ക്കും ഈ മകനും മാത്രമേ അറിയത്തുള്ളൂ ഇവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അലമാരി ഉണ്ട് എന്നത്. ഇപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം ഇങ്ങനെ ആത്മാവിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണിച്ചു തരികയാണ് ഇങ്ങനെയൊരു കാര്യം. അവർക്ക് ഭയങ്കര സന്തോഷമായി, അവർക്ക് ഭയങ്കര വിശ്വാസമായി. അവിടെ ആ വീട് മുഴുവൻ ശുശ്രൂഷയ്ക്കായി തുറന്നു തന്നതുപോലെ ഒരൊറ്റ വാക്ക് ചോദിച്ചിട്ടേ ഉള്ളൂ. ആർക്കും അറിയാത്ത ഈ പരമരഹസ്യം പരിശുദ്ധാത്മാവിത് വെളിപ്പെടുത്തിയല്ലോ. പ്രിയ സഹോദരങ്ങളെ, ആത്മാവിൽ നിറങ്ങി ജീവിക്കേണ്ട കാലഘട്ടമായി. നമ്മുടെ എല്ലാ പ്രേക്ഷിത പ്രവർത്തന മേഖലകളിൽ നിന്നും നമ്മൾ പിന്തിരിഞ്ഞ്, അഥവാ ആത്മാവിൽ നിറഞ്ഞൊരു പ്രേക്ഷിത പ്രവർത്തന മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങുവാനുള്ള സമയമായി എന്ന് ഒരുപാട് തവണ നമ്മുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചിട്ടില്ലേ? ഈ അരൂപിയിലുള്ള പ്രാർത്ഥന നമ്മളെ എല്ലാ തരത്തിലുള്ള കൃപകൾ കൊണ്ടും നമ്മളെ നിറയ്ക്കും. ഈശോ സമറിയാക്കാരി സ്ത്രീയുമായി സംസാരിക്കുമ്പോൾ യോഹന്നാൻ 4 ഇങ്ങനെ പറയുന്നുണ്ട്. യോഹന്നാൻ 4:24 യോഹന്നാൻ്റെ സുവിശേഷം 4:24 ഇങ്ങനെ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അതിന് മുകളിൽ പറയുന്നു, ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാണ്, ആത്മാവിലും സത്യത്തിലുമാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അപ്പോൾ ആത്മാവിലുള്ള ഈ പ്രാർത്ഥന ഈശോ പണ്ടേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈശോ ഇത് പ്രത്യേകമായ അപ്പസ്തോലന്മാരോട് പറയുന്നുണ്ട്. വിശ്വസിക്കുന്നവരോട് ഈ അടയാളങ്ങൾ മർക്കോസ് സുവിശേഷം 16:17 ഇവ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും,
അത് ഭയങ്കര ലാവിഷായിട്ട് തുറന്നു കൊടുത്തു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ വാക്കുകളും കസർത്തുകളും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ബോറിംഗ് അനുഭവമായി തോന്നാൻ ഇടയാകുമ്പോൾ നമ്മൾ ഈ ആത്മാവിനെ ഒന്ന് സ്തുതിക്കുവാനായി, ആത്മാവിലുള്ള പ്രാർത്ഥനയൊന്ന് ആരംഭിക്കുവാനായിട്ട് പ്രത്യേകം നമ്മൾ തുടങ്ങുക. മനോഹരമായ ഒരു സ്തുതിപ്പാണ് ഇത്. നമുക്ക് സന്തോഷമൊക്കെ വരുമ്പോൾ, കരച്ചിൽ വരുമ്പോൾ എന്ത് ഭാഷയാണ് ഉപയോഗിക്കുക? ഒന്ന് പൊട്ടിച്ചിരിച്ച് നോക്കിക്കുക ഏത് ഭാഷയാണ് ഉപയോഗിക്കുന്നത് എന്ന്. ഒന്ന് കരങ്ങി നോക്കിക്കുക ഏത് ഭാഷയാണ് ഉപയോഗിക്കുന്നത് എന്ന്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ നമുക്ക് ഭയങ്കരമായ ഇമോഷൻസ് ഉണ്ടാകുന്ന രീതിയിലുള്ള ആ സമയങ്ങളിൽ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ഡിക്ഷണറി ഒന്നും തുറന്ന് നോക്കാറില്ല. നമ്മളങ്ങ് ചിരിച്ചു വിടും അത്ര തന്നെ, നമ്മളങ്ങ് കരങ്ങി വിടും അത്ര തന്നെ. നോ വേർഡ്സ്, വാക്കുകളില്ല, വാക്കല്ല അവിടെ നമ്മൾ ഉപയോഗിക്കുക. എല്ലാവർക്കും കേട്ടാൽ തിരികെ അവർ ചിരിക്കുകയാണെന്ന്, എല്ലാവർക്കും അറിയാം അവർ കരയുകയാണെന്ന്. ആത്മാവിൻ്റെ ആ വലിയ ജ്വലനം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അരൂപി നമ്മളെ എന്താണ്, നമ്മുടെ നാവിനെ ഏറ്റെടുക്കുക. അതിന് നമ്മുടെ സ്തുതി, സ്തോത്രം, ഹല്ലേലൂയ ഒന്നും വേണ്ട. ഞാൻ സ്തുതി പറയാൻ തുടങ്ങുമ്പോഴേക്കും തുതുതുതുതുതോ ലലലലലല അതങ്ങ് ആയിപ്പോവുകയാണ്. ആരും ഉണ്ടാക്കുമൊന്നും വേണ്ട കേട്ടോ. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്തോ ഒരു മനോഹരമായ, എന്തൊരു രസമാണെന്നറിയാമോ ആത്മാവിരുന്ന് പ്രാർത്ഥിക്കാൻ. എന്തൊരു വരദാനങ്ങളുടെ ഒരു നിറവാണെന്നറിയാമോ? എന്തുമാത്രം വചനങ്ങളുടെ ചുരുളുകളാണ് അഴിഞ്ഞു വരുന്നതെന്നറിയാമോ? ഇനിയും നവീകരണത്തിലേക്ക് വിശ്വാസം അർപ്പിക്കാത്തവരും ഭാഷാപരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇത് ഇപ്പോഴും സംശയിക്കുന്നവരും ഒത്തിരിയേറെ പഠനത്തിൻ്റെ ബാഹുല്യത്തിൽ ഈ സ്വർഗീയ ശക്തിയെ വേണ്ട എന്ന് കരുതുന്നവരുമൊക്കെ സഭയുടെ പഠനങ്ങളെ ഒന്ന് വായിച്ചേ. സഭയുടെ പഠനങ്ങളെ ഒന്ന് വായിച്ചേ. CCC 799, 800, 801 ഒക്കെ ഒന്ന് വായിച്ചേ. LG 12 ഒന്ന് വായിച്ചേ. അതിനകത്തേക്ക് എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഞാനൊന്നും പറയുന്നതൊന്നും അല്ല ഇതൊന്നും. കർത്താവിൻ്റെ ആ കാർഡിനൽ സൂനൻസ് നമ്മളോട് പറയുന്നുണ്ടല്ലോ, എത്രയോ അരൂപിയുടെ ഒരു ശക്തമായ ഒരു ബിബ്ലിക്കൽ റിയാലിറ്റി എന്നാണ് സത്യത്തിൽ ഇതിനെക്കുറിച്ച് പറയുക. 70ഓളം തവണ ബൈബിളിൽ ഒരുപാട് തവണ വരച്ചു വെച്ചിരിക്കുന്ന ഈ മനോഹരമായൊരു പ്രാർത്ഥന നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മരവിപ്പ് മാറ്റുവാനായിട്ട്, ആത്മീയ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള ആ ഒരു അസ്വസ്ഥതകൾ മാറ്റുവാനായിട്ട് നമുക്ക് ഇടവരുത്തുകയാണ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. 1 കൊരിന്തോസ് 14 നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അതിനകത്തൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഭാഷാപരത്തോടെ പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യനോടല്ല, 14:2 മനുഷ്യനോടല്ല ദൈവത്തോട് സംസാരിക്കാനുള്ള കോഡ് ഭാഷയാണിത്. ദൈവത്തോട് സംസാരിക്കുവാനുള്ളതാണ് ഇത്. നമ്മളിങ്ങനെ സ്തുതിച്ച് ഇങ്ങനെ ലലലല എന്നൊക്കെ വെക്കുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുക എന്താണ്, ആരുടെയും മുൻപിലൊന്നും വെക്കുകയൊന്നും വേണ്ട കേട്ടോ, ആരെ ശല്യപ്പെടുത്തുകയും വേണ്ട. എനിക്കിപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഇരുന്നുകൊണ്ട് ഭാഷാപരത്തിൽ മിണ്ടാതെ പ്രാർത്ഥിക്കാൻ പറ്റും. ഞാനൊന്ന് പ്രാർത്ഥിച്ച് കേൾപ്പിക്കട്ടെ? ആരും കേട്ടില്ലല്ലോ, ഞാനിപ്പം പ്രാർത്ഥിച്ചു. അപ്പോൾ നമുക്ക് ആഹാരം കേൾപ്പിക്കാതെ പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ എൻ്റെ ഈശോയുമായുള്ള ആ ബന്ധമാണ്. ഈശോയ്ക്ക് ഇപ്പം അറിയാം എൻ്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാം അനുഗ്രഹിക്കണമെന്നാണ് ഞാൻ മനസ്സിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഞാനിപ്പം ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചു. ഈശോയ്ക്കും മനസ്സിലായി ഇവളിപ്പോൾ ഇങ്ങനെ വെച്ചത്, ഈ പ്രാർത്ഥന നടത്തിയത് ഇത് കേൾക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്നാണെന്നാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഈ ഭാഷാപരത്തിലുള്ള പ്രാർത്ഥന അതിവിശിഷ്ടമാണ്, ശ്രേഷ്ഠമാണ്. അതിനേക്കാൾ വലിയൊരു കാര്യം പറയട്ടെ, 14:4 വായിച്ചിട്ടുണ്ടോ നിങ്ങളെല്ലാവരും? ഭാഷാപരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു. നമ്മളൊക്കെ പറയല്ലേ, ഓ എൻ്റെ കർത്താവേ എന്തൊരു പ്രാർത്ഥിച്ചു, എന്തൊരു സ്പിരിച്വൽ ഷെയറിങ്ങിന് പോയി, എന്തൊരു കുമ്പസാരിച്ചു, എന്തൊരു പുസ്തകങ്ങളൊക്കെ വായിച്ചു, ബൈബിൾ വായിച്ചു. എന്നാലും നിഴൽ പോലെ പിന്തുടരുന്ന ചില എന്താണ് പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തെ കൊച്ചാക്കുന്നില്ലേ? ഇവിടെ എന്താ പറയുന്നത്? ഭാഷാപരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു. കേട്ടോ, എന്നാന്നറിയാമോ? അത് നമ്മുടെ അൺകോൺഷ്യസ് ലെവൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ നിന്നും അരൂപി നമ്മളെ മുഴുവനായി പിതാവായ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അരൂപി നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ്. അരൂപി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളറകളിലെ അബോധ തലത്തിൽ കിടക്കുന്ന എല്ലാ മുറിവുകളും പടിപടിയായി ഇത് ഉണങ്ങുന്നു. ഹോ, എന്തോരത്ഭുതമാ! എൻ്റെ ജീവിതമൊക്കെ ഞാൻ ഓർക്കുമോ, ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കും, ദൈവമേ എന്നെ എന്തിനാ എന്നെയൊക്കെ കൊള്ളുന്നതെന്നൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു.
എൻ്റെ ഒരു രീതിയും പ്രകൃതവും ഒക്കെ അങ്ങനെയായിരുന്നു. ഇന്ന് ഞാൻ നോക്കുക, കർത്താവിൻ്റെ വേലയ്ക്കൊക്കെ ഇറങ്ങിത്തിരിക്കുവാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഒരുപാട് ബലഹീനതകൾ, ഒരുപാട് കുറവുകൾ ഈ അഭിവൃദ്ധി വരുത്തി. എൻ്റെ അബോധ മനസ്സിൽ കിടക്കുന്നതെല്ലാം ഈ പരിശുദ്ധാത്മാവ് പടിപടിയായി പിതാവിൻ്റെ അടുക്കൽ സമർപ്പിച്ചിട്ട് ഹീലിംഗ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പിതാവ് അറിയുന്നു. ആത്മാവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി പ്രവർത്തിക്കാൻ അനുവദിച്ചപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ആ സ്നേഹം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകുകയാണ്. റോമാ 5:5 നമ്മൾ വായിക്കുന്നുണ്ട്, ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഭയങ്കരമായ ഒരു അഭിവൃദ്ധി. ആരുടെ മുൻപിൽ വിളിച്ചു പറയുമൊന്നും വേണ്ട, നമുക്കത് മനസ്സിലാകും. നമുക്ക് പ്രത്യേകമായി ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നു, ഇങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചെന്ന് ഓർത്തുകൊണ്ടോ, സഭയിൽ നിന്ന് പോകണമെന്നോ, സഭ വിട്ടു പോകണമെന്നോ ഇങ്ങനെ പ്രാർത്ഥിച്ചെന്ന് ഓർത്തുകൊണ്ട് ദൈവവിളി കിട്ടിയാൽ, ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചേർന്നത്, എൻ്റെ ഈശോ എന്നെ എടുത്തുകൊണ്ട് വന്നതാ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചെന്ന് ഓർത്തുകൊണ്ട് ചിലർ പറയും, സിസ്റ്റർ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരോടാ? സാത്താൻ ഒട്ടും ഇഷ്ടമില്ല ഈ ഭാഷാവരം. അവനൊരു 100,000 ക്വസ്റ്റ്യൻസാണ്. ഇത് ആദിമ സമൂഹത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ചിലർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, ഞാൻ കുറേ പരിശ്രമിച്ചു, എനിക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ അവൻ്റെ ടെക്നിക്കാ. നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം ബൈബിളിൽ പറഞ്ഞു വെക്കണ്ടോ? പ്രിയ സഹോദരങ്ങളെ, എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും എളിമയോടെ ഒന്ന് ശാന്തമായിട്ടിരുന്നേ, കണ്ണൊന്ന് അടച്ചേ, ഹൃദയവും മനസ്സും ഈശോയ്ക്കൊന്ന് സമർപ്പിച്ചേ, നാവൊന്ന് നന്നായിട്ടൊന്ന് പൂട്ടി വെച്ചേ, ഉള്ളിൻ്റെ ഉള്ളറകളിൽ നിന്ന് അനുതാപപൂർവം ഒന്ന് പൂർണ്ണമായി വിട്ടുകൊടുത്തൊന്ന് സ്തുതിച്ച് നോക്കുകയെ, ആ ആത്മാവിൻ്റെ നിറവ് നമുക്കുണ്ടാവും, ആ ചലനം നമുക്കുണ്ടാകും. ബൈബിളിൽ ഇത്ര മനോഹരമായി പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് വേണ്ട എന്ന് വയ്ക്കാനായിട്ട് പറ്റുമോ? ഇത്ര മനോഹരമായി ഈ പ്രാർത്ഥനയെ നമുക്ക് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. 14 ഇങ്ങനെ പറയുന്നുണ്ട്, ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും ഞാൻ പ്രാർത്ഥിക്കും. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ നവീകരണ ജീവിതത്തിൽ നമുക്ക് വലിയ ഒരു മുതൽക്കൂട്ടാണ്. ആരും അറിയാതെ കൃപയുടെ വാതിലുകൾ, കൃപയുടെ അനുഭവങ്ങൾ ഒന്നൊന്നായി തുറന്ന് കർത്താവിൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ ഒപ്പിയെടുക്കുന്ന ഒരു പൊന്നും മകനും മകളുമാക്കുന്ന ഈ മനോഹരമായ ഈ ആയുധത്തെ നമുക്ക് നന്നായി ഉപയോഗിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ഉപയോഗിക്കാം, സഭയോട് ചേർന്ന് ഉപയോഗിക്കാം, അറിവുള്ളവരോട് ചേർന്ന് നമുക്ക് പഠിച്ചുകൊണ്ട് ഉപയോഗിക്കാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ചിലരൊക്കെ ഈ ധ്യാനാവസരങ്ങളിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. ചുമ്മാ ഒരു ഒച്ചയിടുന്നതൊക്കെ ഒന്നും ഭാഷാപരമൊന്നുമില്ല, വളരെ ക്ലിയറായി വ്യക്തമായി ഞാൻ സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്തുതി എന്ന് പറഞ്ഞപ്പോൾ വളരെ കൃത്യമായി കിട്ടിയിട്ടുണ്ടാവും. അല്ലാത്തത് ഒന്നും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഭാഷാപരമല്ല, പരിശുദ്ധാത്മാവ് തന്നതല്ല. അവർക്കൊട്ട് സംശയമോ ഇല്ല. നമുക്കറിയാം, എക്സ്പീരിയൻസ്, അനുഭവങ്ങളാണ് നമുക്കുള്ള ബോധ്യത്തിലേക്ക് നയിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ അരൂപിയുടെ നിറവിൽ ഭാഷാവരത്തിൽ നിരന്തരം സ്തുതിക്കുന്ന ഒരു പൊന്നുമകനായി മകളായി എന്നെ മാറ്റണമേ എന്ന്. എവിടെയെങ്കിലും തട്ടിക്കൂട്ടിയെടുത്താണെങ്കിൽ അത് കളഞ്ഞാൽ കേട്ടോ, അത് കർത്താവിന് അത്ര ഇഷ്ടമൊന്നുമില്ല. നമുക്ക് നന്നായി പ്രാർത്ഥിക്കണം, അരൂപിയുടെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഭാഷാവരം കിട്ടണമേ എന്നോർത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ സാത്താൻ്റെ കോട്ടകളെ തകർക്കാൻ കർത്താവ് നമുക്ക് വേണ്ടി നേടിത്തന്ന ആ സ്നേഹസാമ്രാജ്യം ഒന്നും കൂടി കെട്ടിപ്പടുക്കുവാനായി, അവൻ്റെ കോട്ടകളെ തകർക്കാൻ നമുക്ക് ഭാഷാവരത്തിൽ സ്തുതിച്ച് അവനെ ഓടിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയായിരിക്കണമേ, അങ്ങയുടെ സ്നേഹ തലോടൽ ഞങ്ങൾക്ക് നൽകണമേ. ഈ വചനം ശ്രവിച്ച് എല്ലാവരെയും നീ ഒന്ന് അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങയുടെ ആ വചനത്തിൻ്റെ മാധുര്യം എന്നും ലോകത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കാതെ സ്വർഗീയ കാര്യങ്ങൾ അന്വേഷിക്കുവാനായി ഈ വചനം ശ്രവിച്ച് എല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കണമേ. ഈ ഷാലോം മിനിസ്ട്രിയെ അനുഗ്രഹിക്കണമേ. ഈ TV-യുടെ മുൻപിലിരിക്കുന്ന എല്ലാവരെയും നീ ഒന്ന് പ്രത്യേകമായി കടാക്ഷിക്കണമേ. ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളോടുള്ള, വരദാനങ്ങളോടുള്ള സംശയങ്ങളെല്ലാം മാറ്റി പുതിയ വ്യക്തികളാക്കി മാറ്റണമേ. പരിശുദ്ധമേ, സ്വർഗീയ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ.